പേര് അനിൽകുമാർ പാടിയേട്ട്, ചേർന്നമംഗലം സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ബോർഡ് മെമ്പറാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ കഴിഞ്ഞ കൊല്ലം 2024 ഓഗസ്റ്റ് 24 എൻ്റെ സർവീസിലായുള്ള കൂടി ഈ ബോർഡ് മെമ്പറായിരുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ചെറിയൊരു ക്ലാസ് ഞാൻ വടക്കേക്കരയിൽ ഇദ്ദേഹമായിരുന്നു എനിക്കറിയില്ല, ആരായിരുന്നു അവിടെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. പറവൂർ ചേന്നമംഗലം സർവീസ് കോപ്പറേറ്റീവ് വടക്കേക്കരയിലെ അടുത്ത കാലത്ത് താങ്കളായിരുന്നു. അത് വളരെ നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിരുന്നു. അത് വളരെ ചെറിയ ക്രിസ്പായിട്ടുള്ളതായിരുന്നു. കൂടുതൽ അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പറവൂർ ചേന്നമംഗലം പഞ്ചായത്തിലെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ബോർഡ് മെമ്പറായിട്ട് ആദ്യത്തെ ടൈം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് കൂടുതൽ അറിയണമെന്നുള്ള താല്പര്യം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ചെയ്തു. പാമ്പാടി സർവീസ് സഹകരണമാണ്. എൻ്റെ പേര് ശ്രീകല ശ്രീകുമാർ. സഹകരണ മേഖലയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ താല്പര്യം ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ നമസ്കാരം. ഞാൻ PM വർഗീസ്, പാമ്പാടി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഡയറക്ടറാണ്. ആദ്യമായിട്ടാണ് ഒരു ട്രെയിനിങ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. സഹകരണ മേഖലയിൽ പുത്തൻ പ്രവർത്തനങ്ങൾ ഒരുപാട് എത്തിച്ചേരുകയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ഞങ്ങളുടെ ബാങ്കിനെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ട്രെയിനിങ് സമ്പാദിക്കുക എന്നുള്ളതാണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നതിൻ്റെ ഉദ്ദേശം. നമസ്കാരം. പാമ്പാടി സർവീസ് പാമ്പാടി സർവീസ് ബാങ്കിൻ്റെ കൊണ്ടുള്ളതാണ്. രണ്ടാം തവണയാണ്. ഇപ്പോൾ രണ്ടാം തവണയാണ്. പക്ഷെ അതിനോടിടയ്ക്ക് ആദ്യമായിട്ടാണ് ഒരു നല്ല അനുഭവം. കാരണം ഇപ്പോഴത്തെ സഹകരണ മേഖല ഓഫീസുകൾക്കുമ്പോൾ തന്നെ വളരെയധികം പ്രശ്നങ്ങളും മറ്റു പ്രതിസന്ധികളൊക്കെ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ തരണം ചെയ്ത് ബാങ്ക് ആ വ്യക്തിത്വം നിലനിർത്തി മുമ്പോട്ട് പോകണമെങ്കിൽ ഡയറക്ടർ ബോർഡ് മെമ്പർമാരും വളരെ ശക്തമായിട്ട് തന്നെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നടക്കൂ എന്നുള്ള ബോധ്യമുണ്ട്. അത്തരത്തിൽ നമ്മൾ പുതിയ പല കാര്യങ്ങൾ പഠിക്കുകയും അത് നമ്മുടെ ബാങ്കിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടി വിനിയോഗിക്കാൻ കഴിയും എന്നുള്ള പ്രത്യാശയാണ് ഈ ക്ലാസ്സിൽ തീരുമ്പോൾ ഉണ്ടാകുന്നതെന്ന് പ്രത്യാശിക്കുന്നു. കോട്ടയം ജില്ലയിലെ പാമ്പാടി സർവീസ് സഹകരണ ബാങ്കിൻ്റെ ബോർഡ് മെമ്പറാണ്. രണ്ടാം തവണയാണ് ബോർഡ് മെമ്പറായത്. ഇന്ന് നമ്മുടെ നാട്ടിൻ്റെ നഷ്ടമാണ് സഹകരണ പ്രസ്ഥാനം. എന്നാലും പലരും എങ്ങനെ നമ്മളെ ഈ പ്രസ്ഥാനത്തെ കൂടെ നയിക്കണം, അല്ലെങ്കിൽ പണം ഇടപാട് സ്ഥാപനമാണ്, അതോടൊപ്പം നാടിൻ്റെ എല്ലാ വിധങ്ങളും ഡെവലപ്മെൻറ്റാണ്. അപ്പം നമ്മൾക്കൊരു കോമൺ ഗോളുണ്ട്. അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കോഴ്സാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പരിമിതമായിട്ടുള്ള ഞങ്ങളുടെ അനുഭവം ആ പ്രസ്ഥാനത്തിന് നന്മയ്ക്ക് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുത്തുന്ന വിധത്തിൽ ഈ ക്ലാസ് പ്രയോജനപ്പെടും എന്നുള്ള ചിന്തയിലാണ്. മൂന്നാം തവണ മെമ്പറായിട്ട് വരുന്നത്. എൻ്റെ ക്ലാസ്സിന് ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ നിന്ന് പറയുന്നത് കേൾക്കാനും അതിൽ നിന്ന് മനസ്സിലാക്കാനാണ് വന്നത്. ഒന്നും പ്രതീക്ഷിച്ചല്ല. അതിൽ കൂടെ ഇവിടുന്ന് കിട്ടുന്നതെല്ലാം മിച്ചമായി കൂട്ടാം എന്ന് തീരുമാനിച്ചു. സർവീസ് സഹകരണ ബാങ്കിൽ വരുന്ന ഒരു ദിവസം ശശികുമാർ സാറിൻ്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ട്. കരുനാഗപ്പള്ളി വെച്ച് ഉച്ചവരെ കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. കമ്മിറ്റിയിൽ പങ്കെടുക്കും, അവിടെ ലോൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നതല്ലാതെ അതിന് പുറമെ സഹകരണ നിയമങ്ങൾ കാര്യങ്ങൾ കാണിക്കില്ല. അത് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ബോർഡ് മെമ്പറാണ്. ഞാൻ പറഞ്ഞ സാറിൻ്റെ ക്ലാസ്സിൽ ഒരു ചെറിയുള്ള ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്നുള്ള രീതിയിലാണ് വന്നത്. എൻ്റെ പേര് അമൃത. കരുനാഗപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ തന്നെയാണ്. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ചട്ടങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ഇതുവരെ അറിയില്ല. ഫസ്റ്റ് ടൈമാണ് ബോർഡ് മെമ്പർ ആവുന്നത്. അതേക്കുറിച്ച് പഠിക്കാനും ഞങ്ങളുടെ ബാങ്കിനെ മുന്നോട്ട് പുരോഗതിയിലേക്ക് നയിക്കാനുമായിട്ട് എന്തെങ്കിലും അറിവ് സമ്പാദിക്കാനായിട്ടാണ് വന്നത്. എൻ്റെ പേര് ബനാൻസി ഷിബു. ഞാൻ കലക്ടർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നാണ് ആദ്യമായിട്ടാണ് ബോർഡ് മെമ്പറായിട്ടുള്ളത്.
നമ്മുടെ ബാങ്കിൻ്റെ തൊട്ടടുത്ത് ഇപ്പോൾ പുതിയൊരു ബാങ്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സഹകരണ ബാങ്കിനെ കുറിച്ച് കുറച്ചും കൂടെ അറിയണം. ജനങ്ങളുടെ ഇടയിൽ തീരദേശത്താണ് കൂടുതൽ അത് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ബാങ്ക് വന്നപ്പോൾ നമ്മുടെ ബാങ്കിനെ കുറിച്ച് ഒരു ഇത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് സഹകരണ ബാങ്കിനെ കുറിച്ച് ഇപ്പോൾ പത്രത്തിലൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതും കൂടെ ആയി ഈ തൊട്ടടുത്തൊരു ബാങ്ക് വന്നപ്പോൾ ജനങ്ങളുടെ ഇടയിലൊരു ഇതായി. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചും കൂടെ നമ്മുടെ ബാങ്കിനെ കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ പറയണമെന്ന് ആഗ്രഹമുണ്ട്. നല്ല ക്ലാസ് പ്രതീക്ഷിക്കുന്നു. ഞാൻ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്ക് സർവീസ് കോപ്പറേറ്റീവ് ആണ് ഡയറക്ടറോട്. ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം ഡയറക്ടറോട് എടുത്തതാണ്. ഞാൻ ശശികുമാർ സാറിന്റെ 4 ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. രാജ് സാറിന്റെ ക്ലാസ്സിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. മാറിന്റെ ക്ലാസ്സിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സായിരുന്നു. അതിന് 4 ദിവസം മാത്രമേ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചുള്ളൂ. എങ്കിൽ തന്നെ വളരെ നമുക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങൾ, അറിവിടാത്ത കുറേ കാര്യങ്ങൾ, അറിയാവുന്ന കാര്യം കുറച്ചുകൂടെ ക്ലാരിറ്റി വരണമായിരുന്നു. അതുകൊണ്ടാണ് അതിനകത്ത് പങ്കെടുത്തത്. അപ്പോൾ ഇതിനകത്തൂടെ പങ്കെടുക്കണമെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാനുണ്ട്. എൻ്റെ പേര് അനിൽകുമാർ. ഞാൻ പോലീസുകാരും സർവീസ് സഹപാഠിക്കുന്നത് ആദ്യമായിട്ടാണ് ബോർഡ് മെമ്പർ ആകുന്നത്. പരിമിതമായ അറിവ് മാത്രമേ ഈ മേഖലയായിട്ടുള്ളൂ. കൂടുതൽ അറിവ് നേടാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ക്ലാസ് പങ്കെടുക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് ശശി. പോലീസുകാരും സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് വരുന്നത്. ആദ്യമായിട്ടാണ് ബോർഡ് മെമ്പർ ആകുന്നത്. സാറിൻ്റെ ഉച്ചവരെയുള്ള ഒരു ക്ലാസ് കരുനാഗപ്പള്ളി വെച്ച് അറ്റൻഡ് ചെയ്തു. സഹകരണ മേഖലയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് പങ്കെടുത്തിരിക്കുന്നത്. എൻ്റെ പേര് സിന്ധു, സ്ഥലം ആലപ്പുഴ. ആലപ്പുഴ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ബോർഡ് മെമ്പറാണ്. ആദ്യമായിട്ടാണ് ബോർഡ് മെമ്പറാകുന്നത്. അതുകൊണ്ട് തന്നെ പരിമിതമായ അറിവുകളുണ്ട്. കൂടുതൽ പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് MB അൽത്താഫ്. ആലപ്പുഴ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ 2ാമത്തെ ടൈമിൻ്റെ ബോർഡ് മെമ്പർ കൂടിയാണ്. ശശികുമാർ സാറിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ പുള്ളിയുടെ കാര്യത്തോട് പറഞ്ഞു എനിക്ക് ഓർമ്മ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനെ കുറിച്ച് പലരും ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. എന്നാലും നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ RBI റൂൾസ് അത് നമ്മൾ കോപ്പറേറ്റീവ് രംഗത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. കാരണം കോപ്പറേറ്റീവ് സഹകരണ നിയമവും റിസർവ് ബാങ്ക് നിയമവും രണ്ടാണ്. ഇതിനെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ കാലമായി. ഇപ്പം 6ാമത്തെ വർഷത്തിലേക്കാണ്. അപ്പം സഹകരണ നിയമം വേറെ, RBI റൂൾസ് വേറെ. ഈ RBI റൂൾസ് എന്താണെന്ന് ഇപ്പോൾ ഓരോ പ്രാവശ്യവും നമുക്ക് ഓരോ സപ്പോർട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. RBI രാജശേഖര സാർ അത് കറക്റ്റായിട്ട് പറയും. സാറ് ഞങ്ങളുടെ പ്രൊഫഷണൽ ഡയറക്ടറാണ്. അപ്പോൾ RBI റൂൾസിൽ നിന്നുകൊണ്ട് സഹകരണ പ്രസ്ഥാനത്തിന് എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ്. അപ്പോൾ സഹകരണ മേഖലയിലെ ആ നിയമങ്ങൾ പുതിയ അമെൻമെൻറ്റുകൾ അതിനെക്കുറിച്ച് പഠിക്കുന്നതിനും നമുക്ക് കൂടുതൽ ബാങ്കിൻ്റെ പ്രവർത്തനം ശക്തമായി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിന് വേണ്ടി ഞങ്ങൾ ശ്രമിക്കുകയാണ്. അതുകൂടി നിങ്ങളുടെ കൂടെ പരിശ്രമത്തിൻ്റെ ഫലമായി കൂടുതൽ ശക്തമാക്കാൻ കരുതിയാണ് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്. എൻ്റെ പേര് PK സദസ്യമുള്ള ആലപ്പുഴ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഡയറക്ടറോടെല്ലാം നിലയിലാണ് ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുമ്പോൾ അത് റിസർവ് ബാങ്കിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ 2 നിയമങ്ങൾ ഒരേപോലെ പ്രയോഗത്തിൽപ്പെടാൻ ബാധ്യതയുള്ളതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ റിസർവ് ബാങ്കിൻ്റെ കർശനമായ നിയന്ത്രണത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ഇത് പ്രയോഗത്തിൽ വരുമ്പോഴുള്ള പ്രായോഗികമായ ഒട്ടേറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അത് ഈ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ പേര് രാജശേഖരൻ. ആലപ്പുഴ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രൊഫഷണൽ ഡയറക്ടറാണ്. ദീർഘകാലം ഷെഡ്യൂൾഡ് ബാങ്കിൽ സെർവ് ചെയ്ത് റിട്ടയർ ചെയ്ത് ആദ്യമായിട്ടാണ് സഹകരണ മേഖലയുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നത്. ഈ സഹകരണ മേഖലയിൽ തന്നെയുള്ള ഈ അർബൻ ബാങ്കുകളുടെയും സഹകരണ സംഘങ്ങളുടെയും ഈ ഡ്യുവൽ കൺട്രോൾ ആസ്പെക്റ്റ് കൂടുതലായിട്ടൊന്ന് മനസ്സിലാക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നിരിക്കുന്നത്. എത്രമാത്രം KCS ആക്ട് അർബൻ ബാങ്കുകൾക്ക് ഏതെല്ലാം മേഖലകളിൽ കൂടുതൽ ശക്തമായിട്ട് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. റിസർവ് ബാങ്കിൻ്റെ നിയമങ്ങൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ റിസർവ് ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും അവരുടെ സർക്കുലേഷൻ ഉണ്ട്. പലപ്പോഴും കോൺട്രഡിക്ടറി ആയിട്ടും ചില റൂൾസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടി മനസ്സിലാക്കണമെന്ന ഉദ്ദേശത്തിലാണ് പങ്കെടുക്കുന്നത്. താങ്ക് യു. എല്ലാവരെയും പരിചയപ്പെട്ടതിൽ സന്തോഷം. അപ്പോൾ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് കേട്ടു ഉണ്ടാവും. ആ എക്സ്പെക്റ്റേഷൻസ് എല്ലാം ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലുള്ള നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള ഏകദേശം ടോപ്പിക്സ് എല്ലാം കവർ ചെയ്തുകൊണ്ടുള്ളതാണ് അവർ ഷെഡ്യൂൾ.